സോ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെൻ്ററി സിഗ്നൽസ് അല്ലെങ്കിൽ ടെസ്റ്റ് സിഗ്നൽസ് അല്ലെങ്കിൽ അഥവാ ബേസിക് ഇൻപുട്ട് സിഗ്നൽസ്. ദേ ആർ കോൾഡ് ബേസിക് ഇൻപുട്ട് സിഗ്നൽസ് അല്ലെങ്കിൽ ടെസ്റ്റ് സിഗ്നൽസ് ബിക്കോസ് നമ്മൾ ഏതൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിലും ആ സിസ്റ്റത്തിനെ നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് ടെസ്റ്റും എക്സ്പെരിമെൻറ്റ്സും ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നാച്ചുറലി ഒക്കറിങ് സിഗ്നൽസിലേക്ക് കൊടുക്കത്തുള്ളൂ, ഇൻപുട്ട് സിഗ്നൽസിലേക്ക് കൊടുക്കത്തുള്ളൂ. സോ അതിനു മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിക്കായിട്ട് കുറേ സിഗ്നൽസ് അപ്ലൈ ചെയ്യും. ആ സിഗ്നൽസിനെയാണ് നമ്മൾ ബേസിക് സിഗ്നൽസ് അല്ലെങ്കിൽ ബേസിക് ഇൻപുട്ട് സിഗ്നൽസ് അല്ലെങ്കിൽ ടെസ്റ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ ബേസിക് സിഗ്നൽസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് മോർ കോംപ്ലെക്സ് സിഗ്നൽസ് ഒക്കറിങ് ഇൻ നേച്ചറിൽ ഒക്കർ ചെയ്തിട്ടുള്ള കോംപ്ലെക്സ് സിഗ്നൽസിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് സിഗ്നൽസ് ആയതുകൊണ്ടാണ് ദേ ആർ കോൾഡ് എലമെൻ്ററി സിഗ്നൽസ്. ആൻഡ് ദ ബേസിക് എലമെൻ്ററി സിഗ്നൽസ് ആർ സൈനുസോയിഡൽ സിഗ്നൽ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് പാരാബോളിക് ഫംഗ്ഷൻ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ആൻഡ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ്. സോ ഫസ്റ്റ് വൺ സൈനുസോയിഡൽ സിഗ്നൽ. നമുക്കറിയാം നാച്ചുറലി നമ്മൾ വോൾട്ടേജ്, കറണ്ട് എന്നൊക്കെ പറയുമ്പം എല്ലാം സൈനുസോയിഡൽ സിഗ്നൽസ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So in continuous time the general expression is x of t is equal to a sin omega t plus theta, where a is the amplitude, omega is the frequency and theta is the phase shift. Okay, a sin omega t എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് ആണ്, പ്ലസ് അല്ലെങ്കിൽ ഒരു മൈനസ് ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും. ഫേസ് ഷിഫ്റ്റ് ആകാം നമുക്ക് നാച്ചുറലി ഒക്കറിങ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഡിസ്ക്രീറ്റ് ടൈമിൽ എക്സ്പ്രസ് ചെയ്യുമ്പം എക്സ് ഓഫ് എൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ എൻ പ്ലസ് 5. ഈ ഒമേഗ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈമിൽ ഉപയോഗിക്കുന്നു, ഈ ഒമേഗ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈമിൽ യൂസ് ചെയ്യുന്നതുമാണ്. ആൻഡ് ഹിയർ ഫേസ് ഷിഫ്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 5. നൗ ദ നെക്സ്റ്റ് സിഗ്നൽ ഈസ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. നെക്സ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്, ഡിനോട്ടഡ് ബൈ യു ഓഫ് ടി അല്ലെങ്കിൽ യു ഓഫ് എൻ. കണ്ടിന്യൂസ് ടൈമിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടി ടൈം എന്ന് പറയുന്നത് 0, ഇനീഷ്യൽ ടൈം ആയിട്ട് നമ്മൾ എപ്പോഴും 0 ആയിട്ടാണ് എടുക്കുന്നത്. സോ ടി ലെസ് ദാൻ 0യിൽ യു ഓഫ് ടിയുടെ വാല്യൂ 0യും ടി ഗ്രേറ്റർ ദാൻ 0യിൽ, അതായത് 0യിൽ നിന്ന് കൂടുമ്പം യു ഓഫ് ടിയുടെ വാല്യൂ 1ഉമാണ്. സോ ഇതാണ് ഒരു യു ഓഫ് ടി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഞാനൊരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് 0 ആയിരുന്നതിനെ ഞാൻ പെട്ടെന്ന് 1 ആക്കി. വെൻ ടി ഈസ് ഈക്വൽ ടു 0, ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, അങ്ങനെ ഒരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യണം വെൻ വി ഹാവ് വാല്യൂ ഓഫ് ടി ഗ്രേറ്റർ ദാൻ 0യ്ക്കകത്ത് മാത്രമേ വാല്യൂ ഉള്ളൂ. ടി ലെസ് ദാൻ 0യിൽ അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് മോഡ്യൂൾസിൽ വേണ്ട ഈ മോഡ്യൂൾസിൽ സിസ്റ്റംസ് പഠിക്കുമ്പം തന്നെ ഇതിൻ്റെ യൂസേജ് കൂടുതൽ അറിയാൻ പറ്റും. ഓക്കെ, in discrete time unit step function u of n is defined for n greater than or equal to 0 ആണെങ്കിൽ 1, n less than 0 ആണെങ്കിൽ 0. So n is equal to 0, n greater than 0യിൽ 1, n less than 0യിൽ 0. അതിനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് ടി അല്ലെങ്കിൽ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് അനാലിസിസ് ഫംഗ്ഷനിൽ പർപ്പസിന് വേണ്ടി സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഡെൽറ്റ അല്ലെങ്കിൽ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്. അതായത് ആണി ഭിത്തിയിൽ തറയ്ക്കുമ്പം നമ്മൾ ചുറ്റിക വെച്ച് അടിക്കുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ സെയിം ആ ഇമ്പൾസീവ് ഫോഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഒരു പോയിൻ്റ് ചാർജിനെ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് മാസിനെ, ഒരു പോയിൻ്റ് സോഴ്സിനെ, പോയിൻ്റ് ഫോഴ്സിനെ, ഓക്കെ, വിച്ച് വിൽ ആക്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്,
അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇമ്പൾസീവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഇൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഇനി കണ്ടിന്യൂസ് ടൈമിൽ യൂണിറ്റ് ഇമ്പൾസീവ് ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0, ടി നോട്ട് ഈക്വൽ ടു 0. ടൈം ടി ഈസ് ഈക്വൽ ടു 0യിൽ മാത്രമേ ഡെൽറ്റ ഓഫ് ടി കാണത്തുള്ളൂ. വെൻ ടി നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ടി നോട്ട് ഈക്വൽ ടു ഈ ഒരു പോയിൻ്റ് ടി ഈസ് ഈക്വൽ ടു 0യിൽ മാത്രമേ നമുക്ക് ഡെൽറ്റയ്ക്ക് വാല്യൂ കാണത്തുള്ളൂ. ടി ലെസ് ദാൻ 0യ്ക്കും ടി ഗ്രേറ്റർ ദാൻ 0യ്ക്കും വാല്യൂസ് 0 ആയിരിക്കും. ആൻഡ് -∞ ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ഏരിയ അണ്ടർ ദ കർവ് ഇസ് യൂണിറ്റി. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്, ആരോ മേളിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ഗോ അപ് ടു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരെ പോകാം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി, അതായത് ഇപ്പോൾ ഒരു പോയിൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ എന്തുമാത്രം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു പോയിൻറ്റിലത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേരി ആയിക്കൊണ്ടിരിക്കും. സോ ഏരിയ അണ്ടർ ദ കർവ് ഇസ് 1. അതാണ് ഈ ഇൻ്റഗ്രൽ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ പൾസ്. ഓക്കെ, സോ ഇതാണ് ഒരു പൾസ് എങ്കിൽ ഈ ഒരു പൾസ് എന്ന് പറയുന്ന ഒരു മൊമെൻറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. വിഡ്ത്ത് ഓഫ് ദ പൾസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ഹൈറ്റ് ഓഫ് ദ പൾസ് ക്യാൻ ഗോസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ പൾസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ അതാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റ് ടൈമിൽ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു 0യിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം 1 ആയിരിക്കും. n നോട്ട് ഈക്വൽ ടു 0യിൽ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താണ്, ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ 0, 1 മാക്സിമം ഈ 2 സ്റ്റേറ്റ്സേ പറ്റത്തുള്ളൂ. സോ n ഈസ് ഈക്വൽ ടു 0, ആംപ്ലിറ്റ്യൂഡ് ക്യാൻ വേരി. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഒരു യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ n ഈസ് ഈക്വൽ ടു 0യിൽ 1ഉം n നോട്ട് ഈക്വൽ ടു 0യിൽ 0യും. ആൻഡ് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് പോയിൻറ്റ് മാസ്, പോയിൻറ്റ് ചാർജ്, പോയിൻറ്റ് സോഴ്സ് അല്ലെങ്കിൽ അതർ ഫിസിക്കൽ എൻറ്റിറ്റീസ് ഇൻ എൻജിനീയറിങ്. ഓക്കെ, സോ എൻജിനീയറിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് അനാലിസിസ് പർപ്പസിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് എ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ ആർ ഓഫ് ടി അല്ലെങ്കിൽ ആർ ഓഫ് എൻ. ആർ ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈമിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടി ലെസ് ദാൻ 0യിലെ വാല്യൂ എന്ന് പറയുന്നത് 0യും ടി ഗ്രേറ്റർ ദാൻ 0യ്ക്ക് വാല്യൂ എന്ന് പറയുന്നത് ടി തന്നെയായിരിക്കും. അതായത് ടൈം 1 ആണെങ്കിൽ ആർ ഓഫ് ടിയുടെ വാല്യൂ 1 ആയിരിക്കും, ടൈം 2 ആണെങ്കിൽ ആർ ഓഫ് ടിയുടെ വാല്യൂ 2 ആയിരിക്കും. ആൻഡ് സിമിലർലി ആർ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0 ആൻഡ് n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ആയിരിക്കും. ഓക്കെ, അതാണ് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് പാരാബോളിക് ഫംഗ്ഷൻ ഡിനോട്ടഡ് ബൈ പി ഓഫ് ടി ആൻഡ് പി ഓഫ് എൻ. പി ഓഫ് ടി ഈസ് ഈക്വൽ ടു t²/2 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, പാരാബോള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് വേരിയിങ് ലൈക്ക് ദിസ്. ആൻഡ് പി ഓഫ് ടീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് t²/2. അതായത് എനിക്ക് ടൈം 1 ആണെങ്കിൽ 1²/2 ആയിരിക്കും എൻ്റെ പാരാബോളയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി. 2 ആണെങ്കിൽ 2²/2 ദാറ്റ് ഈസ് 2. 3 ആണെങ്കിൽ 3²/2 9/2 ആയിരിക്കും എൻ്റെ പാരാബോളയുടെ വാല്യൂ. ഓക്കെ, ആൻഡ് ലെസ് ദാൻ 0യിൽ ഇറ്റ് ഈസ് 0. Similarly, P of n is equal to n²/2 for n greater than or equal to 0 and 0 else. സെയിം കാര്യം തന്നെയാണ് നമ്മൾ യൂണിറ്റ് റാമ്പിനും യൂണിറ്റ് പാരാബോളയ്ക്കും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽസ്. എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽസും ഉണ്ട്, റിയൽ എക്സ്പോണൻഷ്യൽസും ഉണ്ട്. റിയൽ എക്സ്പോണൻഷ്യൽസ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ ടി. ഓക്കെ,
ഇനി ഈ ആൽഫയുടെ വാല്യൂ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0 ഓർ ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ഫങ്ഷൻ. ലെസ് ദാൻ 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫങ്ഷൻ. ഓക്കെ, അതാണ് റിയൽ എക്സ്പോണൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ. ഇനി കോംപ്ലക്സ് എക്സ്പോണൻഷ്യലിൽ ഇ റേസ് ടു ആൽഫ ടിക്ക് പകരം ഇ റേസ് ടു എസ് ടി എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെയർ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ഓർ മൈനസ് ജെ ഒമേഗ 0t. ഓക്കെ, ഇനി എസിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഏത് വേണമെങ്കിലും ആകാം ഫങ്ഷൻ. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദിസ് വിൽ ബി എക്സ് ഓഫ് ടി. ഇ ഓഫ് 0 1. ഓക്കെ, സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന 1 പാരലൽ ടു ടി ആയിരിക്കും. ഇനി എസ് ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ആണെങ്കിൽ റിയൽ എക്സ്പോണൻഷ്യൽ, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ഫങ്ഷൻ ആയിരിക്കും. എസ് ഇസ് ഈക്വൽ ടു പ്ലസ് സിഗ്മ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫങ്ഷൻ ആയിരിക്കും. ഓക്കെ, മൈനസ് സിഗ്മ ആണെങ്കിൽ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ്ങും പ്ലസ് സിഗ്മ ആണെങ്കിൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ്ങും. പിന്നെ പ്ലസ് ഓർ ജെ മൈനസ് ജെ ഒമേഗ. ഓക്കെ, അതായത് ഇ റേസ് ടു ജെ ഒമേഗ 0t പ്ലസ് ഓർ മൈനസ് ആണെങ്കിൽ ഓയിലേഴ്സ് ഫോർമുല അനുസരിച്ച് നമുക്കറിയാം ഇ റേസ് ടു ജെ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ. ഓക്കെ, ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ, മൈനസ് ജെ തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ജെയുടെ അനുസരിച്ചാണ് പ്ലസ്സോ മൈനസോ വരുന്നത്. ഓക്കെ, സോ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ പീരിയോഡിക് സൈൻ വേവ് ആയിരിക്കും. ഓക്കെ, ഇനി സിഗ്മ പ്ലസ് ഓർ മൈനസ് ജെ ഒമേഗ 0 ആണെങ്കിൽ, സിഗ്മ ലെസ് ദാൻ 0 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വിൽ ഗോസ് ഓൺ ഡിക്രീസിങ് ആൻഡ് ഇറ്റ് വിൽ ഗോ ടു എ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ആൻഡ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഓസിലേറ്റിംഗ് ഫങ്ഷൻ. ഓക്കെ, സോ എക്സ് ഓഫ് എൻ ഡിസ്ക്രീറ്റ് ഫോമിലാണെങ്കിൽ ഇ റേസ് ടു ജെ ഒമേഗ 0 എൻ. ഓക്കെ, ദീസ് ആർ ദ കോമൺ സിഗ്നൽസ്. പിന്നെ ഒരു സിഗ്നലാണ് സിഗ്നം ഫങ്ഷൻ എന്ന് പറയുന്നത്. സിഗ്നം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫങ്ഷനെയാണ് നമ്മൾ സിഗ്നം ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി 1 ഓർ -1. ഇനിയാണ് സിഗ്നം ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ്. ഇതൊരു കോമൺ സിഗ്നൽ അല്ല, ബേസിക് ടെസ്റ്റ് സിഗ്നൽ അല്ല, ജസ്റ്റ് സിഗ്നൽസിനകത്ത് ഒരു ക്ലാസിഫിക്കേഷനാണ് സിഗ്നം സിഗ്നൽ എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള സൈനുസോയിഡൽ, എക്സ്പോണൻഷ്യൽ, യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് ഇമ്പൾസ്, യൂണിറ്റ് റാമ്പ്, യൂണിറ്റ് പാരാബോള ആൻഡ് ഡിറാക് ഡെൽറ്റ ഫങ്ഷൻ. ഓക്കെ, ഈ 6 സിഗ്നൽസാണ് നമുക്ക് ബേസിക് എലമെൻ്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്.